അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് നിന്ദിക്കാൻ വെച്ചു കൊടുക്കുമ്പോ അതിനെതിരെ നമ്മൾ ശക്തമായി വാദിക്കാറുണ്ട്. കാരണം ഇതാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇതാ ഇവരുടെ തന്നെ ടി.കെ. അബ്ദുള്ള മൗലവിയുടെ തഫ്സീറിലൂടെ എഴുതി വെക്കുകയാണ്. ഖുർആനിന്റെ 33-ാം അധ്യായം ഇതാ സൂറത്ത് അഹ്സാബിന്റെ 36-ാമത്തെ ആയത്താ. ആ ആയത്തുണ്ടല്ലോ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ എന്ന് വരുന്ന ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ, ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവോ അവന്റെ റസൂലോ മതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലോ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി, തങ്ങളുടേതായ കാര്യങ്ങളോട് സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനുള്ള അധികാരമില്ല. വമൻ യഅസില്ലാഹ വറസൂലുഹു, ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ധിക്കാരം കാണിക്കുന്നവെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന് ഈ ആയത്തിന് എന്റെ പ്രിയമുള്ളവര് ഇതാ ഈ തഫ്സീറിലൂടെ ടി.കെ. അബ്ദുള്ള മുസ്ലിയാരുടെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന സമസ്തയുടെ മുൻ വിദ്യാഭ്യാസ ചെയർമാനായിരുന്നു അദ്ദേഹമെങ്കിൽ ഇതിനു വേണ്ടി ഇതാ സന്ദേശം എഴുതിയത് ആരാണെന്നറിയോ? PMS പൂക്കോയ തങ്ങളാ. എന്റെ പ്രിയമുള്ളവരെ, ഇത് സമസ്തയുടേതാണ്. ഇതിലൂടെ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തിരുനബി അവരെ കാണുകയും അവരിൽ സ്നേഹമുണ്ടാവുകയും അവർ ചെയ്തു. സയ്യിദിന് അവരോട് വെറുപ്പമായി, തങ്ങൾ അവളെ പിരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നബിയോട് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന എന്റെ പ്രിയമുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയും പിന്നീട് ആ സയ്യിദിന്റെ ഭാര്യ റസൂൽ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മോഹമുണ്ടാവുകയോ അവരൊന്ന് ഡൈവോഴ്സ് ചെയ്ത് കിട്ടിയാലോ റസൂലുള്ളാഹിക്ക് വിവാഹം കഴിക്കാമായിരുന്നു എന്ന ആഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലോട് ഗോപ്യമാക്കി വെച്ചോ എന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലോട് ഈ പച്ചക്കള്ളം നിങ്ങൾ എഴുതി വെച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുന്നുവോ അങ്ങ് ഡിവൈഎഫ്ഐയുടെ അനിൽകുമാർ എഴുതിയതെന്താ? ഇതേ വാദമായിരുന്നുവെങ്കിലോ അനിൽകുമാറിന് നേരെ കുതിര കയറിയ സമസ്തക്കാർ, അനിൽകുമാറിന് നേരെ തൂലിക ചലിപ്പിച്ചവര്, അനിൽകുമാറിന് നേരെ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തവര്, ഒന്ന് ആലോചിക്കുക നിങ്ങളോ. എന്തിനാ മനുഷ്യനെ പറയുന്നത്? അവൻ അടിക്കാനുള്ള വടി കൊടുത്തതാരാ? നിങ്ങൾ എഴുതി വെച്ച തഫ്സീറുകളാണെങ്കിലോ. എന്നിട്ടിതാ അവിടെ നിന്ന് നിന്ദിക്കുന്ന അവസ്ഥ വന്നില്ലേ? ലോകത്തിന്റെ നായകനെ കുറിച്ച് പാടിക്കൊടുക്കോത്ര ഞങ്ങളുടെ കുട്ടികളെ ചെല്ലാറുള്ളത് നമ്മുടെ നബിയുടെ പേരെന്താന്ന് പറഞ്ഞിട്ടോ പറയുന്ന ഓ എന്റെ കക്കുപ്പടി, നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനാ ഈ ക്രൂരകൃത്യം ഇവിടെ ചെയ്തു വെച്ചത് എങ്കിലോ ഇന്ന് സമസ്തക്കാരൊക്കെ കൂടെ അള്ളാന്റെ ഹബീബിനെ നിന്ദിച്ചില്ലേ? ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ, ഏകദേശം ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് CPM-ന്റെ സംസ്ഥാന നേതാവായ ശ്രീ പിണറായി വിജയന്റെ വാക്കുകളിലോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവശിഷ്ടങ്ങള് ബോഡി വേസ്റ്റ് എന്ന് പരിഹസിച്ചപ്പോ ആരാതിനുള്ള വഴിവെച്ചു കൊടുത്തതാരാ? അതിനുള്ള വഴിവെച്ചു കൊടുത്തതാരാ? ഇവിടെയുള്ള സമസ്തക്കാരായ ആളുകളാണെങ്കിലോ നെഞ്ചത്ത് കൈവച്ചോണ്ട് ആലോചിച്ചോ അള്ളാന്റെ ഹബീബിനെ അങ്ങനെ പറയാൻ പറ്റോ? എന്റെ പ്രിയമുള്ളവര്, ഇവിടെ വായിക്കുന്നതിന് മുമ്പ് മനസ്സിലോ പലതവണ വായിച്ചു പോയി. അല്ലാ, ഇതിവിടെ വായിക്കണോ എന്ന് ആലോചിച്ചു പോയതാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. നമ്മുടെ മുത്ത നേതാവിന് ആ ഹബീബിന്റെ കാലില് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നവിടെന്ന് പറഞ്ഞ സഹാബത്തില്ലേ റസൂലുള്ളാഹിക്ക് നേരെ ചീത്ത പറയുമ്പോ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഫസക്ക അബൂബക്കർ
അബൂബക്കർ സൊക്ക ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. വാപ്പ റസൂലിനെതിരെ പറഞ്ഞാലും സഹിക്കൂല എന്ന വാദമുണ്ടായിരുന്ന സഹാബത്തിനോ ഈ നിലക്ക് തളച്ചിട്ടില്ലയോ?